നമുക്ക് വേണ്ടപ്പെട്ട പലരും പല സന്ദർഭങ്ങളിലും അവിചാരിതമായി ആകസ്മികമായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരുണ്ടാകും. ചിലപ്പോൾ അത് പെട്ടെന്ന് മരണപ്പെട്ടു പോയ മക്കളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളായിരിക്കാം. വാർദ്ധക്യ സഹജമായിട്ട് പ്രായമായി സമയമെത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം നൽകി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ വേണ്ടപ്പെട്ട പലരും ഉണ്ടല്ലേ. ഇങ്ങനെ നമ്മുടെ ദുആ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് 6 അടി മണ്ണിൽ ഏതോ നാട്ടിലെ ഏതോ പള്ളി മൈതാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. വേണ്ടപ്പെട്ട ദിനങ്ങളിലൊക്കെ അവർ നമ്മിൽ നിന്നും സുഹൃതങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അവർക്ക് വേണ്ടി ദുആഇനവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അർവാഹുകളൊക്കെ ചില വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ആ വീടിൻ്റെ വാതിൽപ്പടിയിലൊക്കെ വരുമെന്നൊക്കെ ചില ഉദ്ധരണികളിൽ നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നതാണ്. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്രയോ അമലുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 10 കാര്യങ്ങൾ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ ഉമ്മ, ഉപ്പ, വലിയുപ്പ, വലിയുമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ ആരുണ്ടോ അവർക്കൊക്കെ ഇത്രമേൽ ഉപകരിക്കുന്ന മറ്റു അമലുകളില്ല തന്നെ. അത്രമേൽ സവിശേഷമേറിയ അമൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അമലാണ്. ഒരറിവും ചെറുതല്ല എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഇത് കേൾക്കുന്ന ആളുകളൊക്കെ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരറിവും ചെറുതല്ല എന്ന് എഴുതി അറിയിച്ചാൽ സന്തോഷമാകും. എന്താണ് നമ്മളിന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇതിൽ ഒരു അമലിനെ കുറിച്ച് മാത്രം ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇതിലൊന്നെന്താന്ന്, ഈ പറയുന്ന രൂപത്തിൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ പള്ളി മൈതാനിയിൽ ആരെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ, ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു പള്ളിക്കാട്ടിൽ എത്ര ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ടാകും, മൺമറഞ്ഞു കിടക്കുന്നുണ്ടാകും. അവരെല്ലാവരും കൂടിയിട്ട് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് അവർക്ക് വേണ്ടി പ്രത്യേകം അള്ളാഹുവിനോട് നാളെ ശഫാഅത്ത് ചെയ്യുമെന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഉമ്മയ്ക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്തു എന്ന് സങ്കല്പിക്കുക. എന്നാൽ നാളെ മഹ്ശറ വൻസഭയിലെത്തുമ്പോൾ ആ ഉമ്മ മറവെട്ട് കിടക്കുന്ന പള്ളി മൈതാനിയിൽ ആരെല്ലാം മറവെട്ട് കിടക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ആളുകളുണ്ടാകുമല്ലേ. ആദ്യം ഒരു ഖബറിൽ അവിടെ ഖബറടക്കിയിട്ടത് നുരുമ്പിപ്പോയതിനു ശേഷം പിന്നെ അവിടെ ഖബറടക്കും, അതെല്ലാം ജീർണിച്ചതിന് ശേഷം. അങ്ങനെ എത്ര ആളുകൾ ഒരു പള്ളി മൈതാനിയിലുണ്ടാകും. അത്രയും ആളുകൾ നാളെ പരലോകത്ത് നിന്ന് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചെയ്തത്, ഉമ്മാക്ക് വേണ്ടി, ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഷഫാഅത്ത് ചെയ്യും, ശുപാർശ ചെയ്യും. ഇവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, വിചാരണയില്ലാതെ സ്വർഗത്തിലാക്കണേ, സിറാത്തുൽ മുസ്തഖീം എളുപ്പമാക്കണേ, അർശിൻ്റെ നിഴലിട്ട് കൊടുക്കണേ എന്ന് പറഞ്ഞ് ശുപാർശ ചെയ്യും, സ്വർഗം നൽകണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ അറിവില്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 10 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി നേരിട്ട് കാണുന്നവരുണ്ട്. കാണാനുള്ള ഡേറ്റ് നമ്മൾ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ആ ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഇൻഷാ അല്ലാഹ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നതുകൊണ്ടാണ് എന്നും ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടു കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ
വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവരെ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ വളരെ പ്രധാനപ്പെട്ടതും ഒന്നാമത്തതും മരിച്ചയാളുടെ അടുത്ത് യാസീൻ ഓതുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സമീപത്ത് നിന്ന് യാസീൻ ഓതുക. ഇതൊക്കെ ഹദീസിൽ കൃത്യമായി വന്നതാണ്. ഞാനതിൻ്റെ അറബി വാചകങ്ങൾ വായിച്ച് പ്രയാസപ്പെടുത്താതിരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ തെളിവ് എപ്പോൾ ആര് ചോദിച്ചാലും നമുക്ക് നൽകാൻ സാധിക്കുമെന്നറിയിക്കുകയാണ്. രണ്ടാമത്തത്, ചില സ്വഹാബാക്കൾ മയ്യത്തിനരികിലിരുന്ന് സൂറത്തുൽ ബഖറ ഓതാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കാര്യങ്ങൾ കണ്ടും പഠിച്ചും അവിടുത്തെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഓരോ കുഞ്ഞറിവുകളും സ്വായത്തമാക്കിയ അസ്ഹാബി കന്നുജൂം, അവർ നക്ഷത്രതുല്യരാണ്, ആരോട് പിൻപറ്റിയാലും നമ്മൾ വിജയികളുടെ കൂട്ടത്തിലും സന്മാർഗികളുടെ കൂട്ടത്തിലും പെടാൻ കാരണമാകും. അങ്ങനെയുള്ള സ്വഹാബാക്കൾ മയ്യത്തിനരികിൽ വെച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് യാസീൻ ഓതാം, അതോടുകൂടെ തന്നെ സൂറത്തുൽ ബഖറയും പാരായണം ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തത്, ജാബിർ റളിയല്ലാഹു അൻഹു മയ്യത്തിനരികിൽ റാഅദ് സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇതും ഹദീസിൽ വന്നതാണ്. അപ്പോൾ നോക്കൂ, മയ്യത്തിനരികിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യാം, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാം, അതേപോലെ തന്നെ സൂറത്തു റാഅദ് പാരായണം ചെയ്യാറുണ്ടായിരുന്നു മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മുടെ മക്കൾ മരണപ്പെട്ടാലും ഭാര്യ ഭർത്താവ് ഇങ്ങനെ വേണ്ടപ്പെട്ട ആര് മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്കവർക്ക് വേണ്ടി കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമുക്കവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അതവരുടെ ഖബറിൽ വലിയ പുണ്യം ലഭിക്കാൻ കാരണമാകും. ഇനി നോക്കൂ, ആയത്തുൽ കുർസി അത് ഓതി ഖബറാളികൾക്ക് ഹദിയ ചെയ്താൽ അവരുടെ ഖബർ പ്രകാശപൂരിതമാകുമെന്നും ഖബർ വിശാലമാക്കപ്പെടുമെന്നും അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആയത്തുൽ കുർസി ഓതിയിട്ട് ഖബറാളികൾക്ക് വേണ്ടി പ്രത്യേകം ഹദിയ ചെയ്യുക? അത് ഓതിയിട്ട് ഞാനിതാ ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് ഈ സൂറത്തിനെ, ഈ ആയത്തിനെ, ഈ ഖുർആനിനെ ഖിറാഅത്തിനെ ഞാൻ ഹദിയ ചെയ്യുന്നു എന്ന് പ്രത്യേകം കരുതുക. അങ്ങനെ കരുതി കഴിഞ്ഞാൽ അത് അവരുടെ ഖബർ വിശാലമാകാനും അതേപോലെ തന്നെ പ്രകാശപൂരിതമാകാനും കാരണമാകും. ഇനി നോക്കൂ, അഞ്ചാമത്തത്, 4 കാര്യങ്ങൾ പറഞ്ഞു. അഞ്ചാമത്തത്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമുഅയ്ക്ക് ശേഷം മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുകയും അവർക്ക് യാസീൻ ഓതി പ്രത്യേകം ഹദിയ ചെയ്യുകയും ചെയ്താൽ യാസീനിലെ ഓരോ ഹർഫുകളുടെയും എണ്ണമനുസരിച്ച് അവരുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാവുന്നതാണ്. നോക്കൂ, സൂറത്തു യാസീൻ വെള്ളിയാഴ്ച ദിവസം ജുമുഅയ്ക്ക് ശേഷം മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്ത് പ്രത്യേകം ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന വലിയ പുണ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടണോ? ഇതിപ്പോൾ കേൾക്കുന്നവർ മരണപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ. ഇത് നിങ്ങൾക്ക് കിട്ടണോ? ഈ ഒരു പുണ്യം നിങ്ങൾക്ക് കിട്ടണോ? നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ പ്രേരിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ദർസിലെ മുത്തഅല്ലിമീങ്ങളൊക്കെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, വെള്ളിയാഴ്ച രാവിലെ അവരെ പറഞ്ഞയക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ മറവിട്ട് കിടക്കുന്ന പള്ളിയിൽ ജുമുഅക്ക് സംബന്ധിക്കുക. അവിടെ ചെന്ന് നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പയും ഉമ്മയൊക്കെ മരണപ്പെട്ടു പോയവരുണ്ടാകും, അവർക്ക് വേണ്ടി യാസീൻ ഓതി പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യുക എന്ന് പറയാറുണ്ട്. ഈ മക്കളെ ഇങ്ങനെ പരിശീലിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് എന്താ? ഇവർ നാളെ ഇവരുടെ ഉമ്മയും ഉപ്പയും മരണപ്പെടുമ്പോൾ തീർച്ചയായും ദുആ ചെയ്യും.
അവരുടെ പേര് യാസീൻ ഓതുന്നുള്ളതാണ്. അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടം എന്താ? വെള്ളിയാഴ്ച ദിവസം അങ്ങനെ പരിശീലിപ്പിച്ച് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്താലുള്ള നേട്ടം എന്താണ്? മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത് എന്താ? അത് സൂറത്തു യാസീനിൽ എത്ര അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഓരോ വെള്ളിയാഴ്ചയും ഇത് ചെയ്യുമ്പോൾ ആ മറവിട്ട് കിടക്കുന്ന ഖബറാളിക്ക് ലഭിക്കുന്ന പുണ്യത്തിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊക്കെ ലഭിക്കണ്ടേ? നമുക്കിത് ലഭിക്കണോ? എന്താണ് ഇപ്പോൾ ചിലർ വിചാരിക്കും, ഉസ്താദ് എന്താ ചെയ്യുക, എനിക്കിത് കിട്ടുമോ? എൻ്റെ മോനെ അങ്ങനെ നടക്കുന്നതാണ്, എൻ്റെ മോന് ഈ ഒരു കാറ്റഗറിയേ അല്ല, എൻ്റെ മോന് മ്യൂസിക്കും അതേപോലെ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന, അവൻ്റെയൊക്കെ ഒന്നൊരു ഫാത്തിഹ കിട്ടുന്ന എനിക്ക് പ്രതീക്ഷയില്ല, ഇങ്ങനെയൊക്കെ കരുതുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. എല്ലാം അള്ളാൻ്റെ കയ്യിലാണ്. അള്ളല്ലേ എല്ലാം നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഈ ലോകം അങ്ങനെയാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരു കാര്യം, അത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മറ്റൊന്നാണ് ആറാമത്തത്, 5 പറഞ്ഞ ആറാമത്തത്, ഖബറിനരികിൽ ബിസ്മി ഓതിയാൽ ആ ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് ഖബറാളികളുടെ ദോഷങ്ങൾ ഉയർത്തപ്പെടും എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഒരാൾ മറവാടപ്പെട്ട ഖബറിൻ്റെ അരികിലേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, എത്ര സൂറത്തായി? 4 സൂറത്ത്. സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ 2 അപ്പോൾ കൂട്ടുമ്പോൾ 4 സൂറത്ത്. ഈ 4 സൂറത്തുകൾ ഓതി ഖബറാളികൾക്ക് വേണ്ടി പ്രത്യേകം ഹദിയ ചെയ്താൽ അതവർക്ക് വളരെയധികം ഉപകരിക്കും എന്നുള്ളത് ഫിഖഹിൻ്റെ കിതാബുകളിൽ ഫതുഹുൽ മുഈനിനെ വ്യാഖ്യാനിച്ച് മുഹമ്മദ് ഷത്തദ്ദമ്യാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇആനത്തു ത്വാലിബീനിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ 7 പറഞ്ഞു. ഇനി 8 വളരെ കൃത്യതയോടുകൂടെ ശ്രദ്ധിക്കുക. ഇതാണ് ഞാനിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെച്ചതാണ്. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, ഒരാൾ സൂറത്തു തക്കാസുർ, അൽഹാക്കുമുത്തക്കാസുർ, അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫാത്തിഹ, ഈ 3 സൂറത്തുകൾ ഓതി ഇനി ചൊല്ലാനുള്ള ദുആ നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക. നമുക്കിതിന് ഖബറാളികളുടെ അടുക്കൽ വെച്ച്, മയ്യത്തിൻ്റെ അടുക്കൽ വെച്ച് ഓതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നെങ്കിലും ഓതിയാൽ മതി. എന്താണ് ചെയ്യേണ്ട ദുആ? ഇത് ഓതിക്കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ദുആ എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി ഖദ് ജഅൽതു സവാബ മാ ഖറഅതു മിൻ കലാമിക ലി അഹ്ലിൽ മഖാബിരി മിനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഞാൻ ഈ ഓതിയ വിശുദ്ധ ഖുർആനാകുന്ന നിൻ്റെ കലാമിൽ നിന്ന് ഞാൻ ഈ പാരായണം ചെയ്ത ഇതിൻ്റെ മിസ്ല് സവാബ്, ഇതിൻ്റെ സവാബ് ഈ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, അല്ലെങ്കിൽ ഈ പള്ളി മൈതാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ മരണപ്പെട്ട് കിടക്കുന്ന, എൻ്റെ ഉപ്പ മരണപ്പെട്ട് കിടക്കുന്ന, എൻ്റെ വലിയുപ്പയും വലിയുമ്മയും മരണപ്പെട്ട് കിടക്കുന്ന, എൻ്റെ മോള് മരണപ്പെട്ട് കിടക്കുന്ന, മകന് മരണപ്പെട്ട് കിടക്കുന്ന, എൻ്റെ സുഹൃത്ത് മരണപ്പെട്ട് കിടക്കുന്ന ഈ പള്ളി മൈതാനിയിലുള്ള മുഅ്മിനാത്തുകളുടെ മഖ്ബറയിലേക്ക്, അവരിലേക്ക്, അവരുടെ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടി ഞാനിതാ ഇതിൻ്റെ മിസ്ല സവാബിനെ ഹദിയ ചെയ്യുന്നു. നിങ്ങളെ മലയാളം ഒന്നും പറയേണ്ട, ഈ അറബി ഇങ്ങനെ പറഞ്ഞാൽ മതി. ഈ അറബി അറിയില്ലെങ്കിൽ മലയാളം ഇങ്ങനെ ആശയത്തിൽ പറഞ്ഞാൽ മതി. എന്നാൽ അവർക്ക് ലഭിക്കുന്നതോ, അവർക്ക് ഇങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ശ്മശാനത്തിലുള്ള, ആ പള്ളി മൈതാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകൾ മുഴുവനും നാളെ അവനു വേണ്ടി അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുന്നതാണ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പുണ്യല്ലേ? നമ്മളിത് ചെയ്താൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി, ആരൊക്കെയാണോ പള്ളി മൈതാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്, അവിടെ മനസ്സിലാക്കേണ്ട, അവിടെ എത്രയോ ആബിദീങ്ങളുണ്ട്, എത്രയോ ആരിഫീങ്ങളുണ്ട്, എത്രയോ ആലിമീങ്ങളുണ്ട്. അവരൊക്കെ നാളെ ഇവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ എത്ര വലിയ പുണ്യാണ്, എത്ര വലിയ നേട്ടാണ് അതുകൊണ്ട് ലഭിക്കുന്നത്. 9 മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്, ആരെങ്കിലും മഖ്ബറയിൽ വെച്ച് യാസീൻ ഓതിയാൽ ഖബറാളികളുടെ ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്നും യാസീൻ ഓതിയ ആളുകൾക്ക് ഖബറാളികളുടെ എണ്ണം കണ്ട് പ്രതിഫലം ലഭിക്കുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, അത് എത്ര വലിയ പുണ്യമാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. എത്ര ഖബറാളികളുണ്ടോ, എത്ര മൺമറഞ്ഞ് കിടക്കുന്നവരുണ്ടോ, അവരുടെ എണ്ണം കണ്ട് പ്രതിഫലം ലഭിക്കുന്നുള്ളത്. ഇനി നോക്കൂ,
മയ്യത്തിൻ്റെ ഖബറിനരികെ പ്രധാനമായിട്ട് ചൊല്ലേണ്ട ഒരു ദുആ ഉണ്ട്. ആ ദുആ 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ആ മയ്യത്തിനെ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല. ആ ദുആ ഏതാന്ന് ചോദിച്ചാൽ അല്ലാഹുമ്മ ബിഹഖി സയ്യിദിന മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഅസിബ് ഹാദൽ മയ്യിത്ത്. അല്ലാഹുമ്മ ബിഹഖി സയ്യിദിന മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഅസിബ് ഹാദൽ മയ്യിത്ത്. അല്ലാഹുവേ, മുത്തുനബി തങ്ങളുടെ ഹക്ക് കൊണ്ട്, അവിടുത്തെ കുടുംബങ്ങളുടെ ഹക്ക് കൊണ്ട്, ലാ തുഅസിബ് ഹാദൽ മയ്യിത്ത്, ഈ മയ്യത്തിനെ നീ അദാബെടുക്കരുതേ, ശിക്ഷിക്കരുതേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മയ്യത്തിന് ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല. ഇനി നമ്മളടുത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ അടുത്തുണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്, നമ്മുടെ കിതാബുകളിലൊക്കെ ഉള്ള വിഷയമാണ്. അതായത് മയ്യത്ത് ഖബറിൽ അദാബെടുക്കപ്പെടാതിരിക്കാൻ. ഇപ്പോൾ ഖബറിലുള്ള അദാബ് ഒരുപാട് ആളുകൾക്ക്, അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്നാ മുത്തനബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ലൗകാന അഹദുൻ നാജിയം മിൻഹ ലനജാ സഅദ് ബിൻ മുആദ്. ആരെങ്കിലും ഈ ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടണമായിരുന്നെങ്കിൽ അത് സഅദ് ബിൻ മുആദ് തങ്ങളെ രക്ഷപ്പെടണമായിരുന്നു. ആരാ സഅദ് ബിൻ മുആദ് തങ്ങൾ? 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ആരുടെയെങ്കിലും ജനാസ നമസ്കാരം ഈ ഭൂമി മണ്ണിൽ നടന്നിട്ടുണ്ടെങ്കിൽ സഅദ് ബിൻ മുആദ് തങ്ങളുടെ ജനാസ നമസ്കാരമാണ്. ആരുടെയെങ്കിലും വഫാത്ത് കാരണം അള്ളാഹുവിൻ്റെ അർശ് എന്ന സിംഹാസനം കിടുകിട വിറച്ചിട്ടുണ്ടെങ്കിൽ ഇത് സഅദ് ബിൻ മുആദ് തങ്ങളുടെ ജനാസ നമസ്കാരം വഫാത്ത് കാരണമായിട്ടാണ്. ആ സഅദ് ബിൻ മുആദ് തങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അപ്പോൾ ഉത്കണ്ഠാകുലരായ സ്വഹാബാക്കൾ ഇതിങ്ങനെ സാഗൂതം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കെ ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലേ, യാ റസൂലല്ലാ, അങ്ങയുടെ ഇളം പ്രായത്തിൽ മരണപ്പെട്ടു പോയ ഖാസിം എന്ന് പറയുന്ന പൊന്നുമോൻ, അവരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി വളരെ വിചിത്രമായിരുന്നു. വലാ ഇബ്രാഹിമുല്ലദി അസ്ഗറു മിൻഹു, ആ ഖാസിമിനേക്കാളും ഇളം പ്രായത്തിൽ വിട പറഞ്ഞു പോയ ഇബ്രാഹിം പോലും അതിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. ചരിത്രം ഇങ്ങനെ പരതി നോക്കുമ്പോൾ എവിടെയോ വായനയിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫാത്തിമ ബിന്ത് അസദ് എന്ന് പറയുന്ന അലിയാർ തങ്ങളുടെ മാതാവ്, മുത്തുനബി തങ്ങളുടെ പോറ്റുമ്മയായ ഫാത്തിമ ബിന്ത് അസദ് എന്നവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. ആ ഖബറിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മളെയൊക്കെ വെക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊക്കെ ഖബറിൻ്റെ അദാബ് കിട്ടാതിരിക്കാൻ ചെയ്യേണ്ട, നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ചെയ്തു വെക്കാൻ, മറ്റുള്ളവരോട് പറഞ്ഞ് ഏൽപ്പിക്കാവോ ഒക്കെ ചെയ്യാവുന്ന ചില അമലുകളുണ്ട്. വളരെ പുണ്യകരമായ ചില അമലുകളാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കും. ഈ ഫാത്തിമ ബിന്ത് അസദ് എന്ന് പറയുന്ന അലിയാർ തങ്ങളുടെ മാതാവ്, മുത്തുനബി തങ്ങളുടെ പോറ്റുമ്മയായ ഫാത്തിമ ബിന്ത് അസദ് എന്നവർ അതിനെ തൊട്ട് രക്ഷപ്പെടാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് വിട പറഞ്ഞ സമയത്ത് വളരെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ മുത്തുനബി തങ്ങൾ ചിലപ്പോൾ മയ്യത്തിൻ്റെ മുമ്പ് നടക്കും, ചിലപ്പോൾ ബാക്കിൽ നടക്കും, ചിലപ്പോൾ നടുവിലായിട്ട് ഇങ്ങനെ നിൽക്കും. ആകെ അസ്വസ്ഥത. മുത്തുനബി തങ്ങളെ ചെറുപ്പത്തിൽ ഇളം പ്രായത്തിൽ നോക്കി വളർത്തിയ പോറ്റുമ്മയാണല്ലോ ഈ പോകുന്നത്. അങ്ങനെ അവസാനം ഖബറിലേക്കങ്ങ് ഇറക്കി വെക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഖബറിലേക്ക് ഇറങ്ങുകയും അവിടുത്തെ ശരീരം കൊണ്ട് ഖബറിലങ്ങ് പുണരുകയൊക്കെ ചെയ്ത് അവിടെ നിന്ന് പ്രത്യേകം ആശീർവദിച്ച് ദുആ ചെയ്തു എന്നാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മി ബഅദ ഉമ്മി, അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മി ബഅദ ഉമ്മി. അല്ലാഹുവേ, എൻ്റെ ഉമ്മക്ക് ശേഷം എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ഉമ്മക്ക് പോറ്റുമ്മയായ ഫാത്തിമ ബിന്ത് അസദ് എന്നവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ എന്ന് പറഞ്ഞ് പ്രത്യേകം ആശീർവദിച്ച് ദുആ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന്. നമുക്കൊക്കെ ഈ ഖബറിൽ ചെന്ന് കിടക്കാനുള്ളതാണ്. അതിൽ നിന്ന് വലിയ മോക്ഷം ലഭിക്കാൻ ഇത് കാരണമാകും പ്രിയമുള്ളവരെ. ഇത്തരം അമലുകൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. ചെയ്തു കൊടുത്താൽ നമുക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ, എനിക്കറിയാം ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അകാലത്തിൽ ആക്സിഡൻറ്റുകളിൽപ്പെട്ട് പെട്ടെന്ന് കാണാതായി പോയ, ഇവിടേക്ക് നേരിട്ട് വന്നവരുടെ കൂട്ടത്തിൽ മോളെ പെട്ടെന്ന് കാണാണ്ടായിപ്പോയി. എൻ്റെ മോളിപ്പോൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഉസ്താദ് ഇത്രയും പ്രായമുണ്ടായിരിക്കുമെന്ന് പൊട്ടിക്കരഞ്ഞ ഉമ്മമാരുണ്ടായിരുന്നു. എത്രയോ വലിയ പരീക്ഷണങ്ങൾ വിധേയമായിട്ട് മക്കളെ നഷ്ടപ്പെട്ടു പോയവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയവർ, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പുണ്യകരമായ അമലുകൾ. ഇത് കേൾക്കുമ്പോൾ പലരുടെയും ഹൃദയം
വിറങ്ങലിക്കുന്നുണ്ടാകും അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ, അവരെക്കുറിച്ച് അറിയുമ്പോൾ. അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അവരൊക്കെ ആ വിടവ് വർഷങ്ങൾക്കിപ്പുറവും ആലോചിച്ച് നോക്കുമ്പോൾ വേദനയോടുകൂടെ നൊമ്പരത്തോടുകൂടെ ഓർക്കുന്നവരുണ്ടാകും. അള്ളാഹു അവരുടെയൊക്കെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകം ഇത്തരം അമലുകളൊക്കെ ചെയ്ത് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങളോടൊക്കെ വസിയ്യത്ത് ചെയ്യാനുള്ളത്, നമ്മളൊക്കെ മരണപ്പെട്ടു എന്നറിയുമ്പോൾ നിങ്ങളിൽ നിന്ന് നമ്മളും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ അള്ളാഹു നമ്മുടെയൊക്കെ പരലോക ജീവിതവും ദുനിയാവിലുള്ള ജീവിതമൊക്കെ ഖൈറിലും സന്തോഷത്തിലും അവനിഷ്ടപ്പെടുന്ന രൂപത്തിലും പൊരുത്തത്തിലേക്കാക്കി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.